വെൽക്കം ടു ബുദ്ധസ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആലുവയ്ക്കും കളമശ്ശേരിക്കും ഇടയിലായി കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് വെറും 4.5 കിലോമീറ്റർ മാറി എടത്തലയിൽ ഒരു വില്ല പ്രൊജക്ടിനുള്ളിലായി സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒരുപോലെ ഭംഗിയായി ചെയ്ത ഈ ഒരു വീട് 3 സെന്റ് 500 ലിങ്സ് സ്ഥലത്ത് 1750 സ്ക്വയർ ഫീറ്റിലാണ് വരുന്നത്. 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റിയും കൂടാതെ 2 കാർ പാർക്കിംഗ് സൗകര്യവുമാണ് ഈ ഒരു വീടിന് ഉള്ളത്. ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. മനോഹരമായ ഒരു വില്ല പ്രോജക്റ്റിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിൻ്റെ എലിവേഷൻ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ കോമ്പിനേഷൻ എലിവേഷനിൽ സ്ലോപ്പിംഗ് റൂഫാണ് നൽകിയിരിക്കുന്നത്. എലിവേഷന് ഭംഗി നൽകാനായി വളരെ മനോഹരമായ ഒരു കളർ കോമ്പിനേഷൻ കൂടാതെ സിലിണ്ടറിക്കൽ ലൈറ്റും ലൂവേർഡ് ഡിസൈനിലുള്ള പാനലിങ്ങും വന്നിട്ടുണ്ട്. അത്യാവശ്യം ക്ലാഡിംഗ് ടൈലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ എലിവേഷന് കൂടുതൽ മനോഹരമാക്കാൻ വേണ്ടിയിട്ട് നാച്ചുറൽ പ്ലാന്റ്സും അതുപോലെ തന്നെ സൺഷെയ്ഡിൽ ഒരു ഗാർഡനും സെറ്റ് ചെയ്തിട്ടുണ്ട്. 3.3 മീറ്ററോളമാണ് ഇവിടെ ഇൻറ്റേർണൽ റോഡ് വരുന്നത്. ഇൻ്റർലോക്കിംഗ് കട്ടകളാണ് റോഡിൽ വിരിച്ചിരിക്കുന്നത്. വീടിൻ്റെ കോമ്പൗണ്ട് വാളിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ടെക്സ്ചർ വർക്കുകളൊക്കെ ചെയ്ത് എലിവേഷനോട് മാച്ച് ചെയ്യുന്ന കളർ കോമ്പിനേഷൻ നൽകി സ്കാർട്ടു വർക്കും 2-വേ ലൈറ്റും നൽകിയാണ് വന്നിരിക്കുന്നത്. കൂടാതെ കോമ്പൗണ്ട് വാൾ പില്ലറിൽ ഷോ ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. 5 മീറ്ററോളമാണ് ഇവിടെ ഗേറ്റിൻ്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. കോമ്പൗണ്ട് വാളിനോടും എലിവേഷനോടും മാച്ച് ചെയ്യുന്ന കളർ കോമ്പിനേഷനിൽ 2 സ്ലൈഡിംഗ് ഗേറ്റാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് കോബിൾ സ്റ്റോൺ വിരിച്ച ഒരു മുറ്റത്തേക്കാണ്. പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ഈ വീടിന് 2 കാർ പാർക്കിംഗ് സൗകര്യമാണ് വരുന്നത്. കവേർഡ് കാർ പാർക്കിങ്ങിലേക്ക് വന്നാൽ 15 അടി നീളവും 9.5 അടി വീതിയുമാണ് ഉള്ളത്. കൂടാതെ കവേർഡ് കാർ പാർക്കിങ്ങിൻ്റെ ഒരു കോർണറായി വരുന്ന പില്ലറിലും ബാക്ക് സൈഡിലുള്ള വാളിലും കംപ്ലീറ്റ്ലി ടെക്സ്ചർ പെയിൻ്റ് ഒക്കെ കൊടുത്ത് മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പവർ പോയിന്റും നൽകിയിട്ടുണ്ട്. ബാക്ക് സൈഡ് വാളിൽ ഭംഗിയുള്ള ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ലൂവേർഡ് ഡിസൈനിലുള്ള പാനലിങ്ങും സിലിണ്ടറിക്കൽ ലൈറ്റ്സുമാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ നിന്ന് വീടിൻ്റെ ഫ്രണ്ട് സൈഡായ വെസ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ 8.5 അടിയോളമാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്തും കോബിൾ സ്റ്റോൺ തന്നെയാണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് രണ്ടാമത്തെ ചെറിയ കാർ പാർക്കിംഗ് സൗകര്യം വരുന്നത്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് സിറ്റ് ഔട്ടിൻ്റെ ഫ്രണ്ട് സൈഡിലും സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടും പ്ലാന്റർ ബോക്സ് ഒക്കെ നൽകി അത്യാവശ്യം നാച്ചുറൽ പ്ലാന്റ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ നോർത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. 2 അടിയാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്തെല്ലാം ഇന്റർലോക്കിംഗ് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. അത്യാവശ്യം സ്പേസ് ചുറ്റും കൊടുത്ത് തന്നെയാണ് ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ ഈസ്റ്റ് സൈഡിലായിട്ടാണ് ഉള്ളത്. 4.5 അടിയിലേറെയാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിച്ചൺ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് വർക്ക് ഏരിയയ്ക്കുള്ള സ്പേസ് ആണ് ലഭിക്കുന്നത്. വലുപ്പമുള്ളൊരു വർക്ക് ഏരിയയ്ക്കുള്ള സ്പേസ് തന്നെ ഇവിടെയായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ സൗത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. 3 അടിയിലേറെയാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്തും ഇന്റർലോക്കിംഗ് കട്ടകൾ തന്നെയാണ് വിരിച്ചിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 9.5 അടിയിലേറെ നീളവും 4 അടിയോളം വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിന് ഉള്ളത്. 2-3 ചെയറിടാനുള്ള സ്പേസ് നമുക്ക് ഇവിടെയായിട്ട് ലഭിക്കുന്നുണ്ട്. കൂടാതെ ഇവിടെയും ഭംഗിയുള്ള ഒരു നാച്ചുറൽ പ്ലാന്റ് നൽകിയിട്ടുണ്ട്. മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ സൺഷെയ്ഡിൻ്റെ താഴെ ഭാഗത്തായിട്ട് ലൂവേർഡ് ഡിസൈനുള്ള പാനലിംഗ് ഒക്കെ കൊടുത്ത് സിലിണ്ടറിക്കൽ ലൈറ്റാണ് നൽകിയിരിക്കുന്നത്. പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ഈ വീടിൻ്റെ മെയിൻ ഡോർ മഹാഗണിയിൽ ഒറ്റപ്പാളിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഭംഗിയുള്ള ഡിസൈൻ നൽകി വുഡിൻ്റെ തന്നെ വലുപ്പമുള്ള ഒരു ഹാൻഡിലുമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഫ്രണ്ട് എലിവേഷന് ഭംഗി നൽകാനായി വലുപ്പമുള്ളൊരു വിൻഡോയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒരെണ്ണം പെർമനൻറ്റ് ഗ്ലാസ് വിൻഡോയും ഒരു വിൻഡോ ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലുമാണ് നൽകിയിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ലിവിംഗ് സ്പേസിലേക്കാണ്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ലിവിംഗ് സ്പേസിന് 14.5 അടിയോളം നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. വെസ്റ്റിലേക്കും സൗത്തിലേക്കും വലുപ്പമുള്ള വിൻഡോകൾ തന്നെയാണ് നൽകിയിരിക്കുന്നത്. പെർമനൻറ്റ് ഗ്ലാസ് വിൻഡോയും കൂടാതെ ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലുമുള്ള ഭംഗിയുള്ള ഡിസൈനിൽ തന്നെയാണ് വിൻഡോകൾ വന്നിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. വലുപ്പമുള്ളൊരു കോർണർ സോഫ സെറ്റിനും കോഫി ടേബിളിനുമുള്ള സ്പേസ് നമുക്ക് ഇവിടെയായിട്ട് ലഭിക്കുന്നുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ വുഡൻ ടെക്സ്ചറുള്ള വിനീറൊക്കെ പ്രൊവൈഡ് ചെയ്ത് അത്യാവശ്യം സ്പോട്ട് ലൈറ്റ് നൽകിയാണ് ചെയ്തിരിക്കുന്നത്. ഈസ്റ്റ് സൈഡ് വോളിലായിട്ടാണ് TV യൂണിറ്റിനുള്ള പ്രൊവിഷൻ വരുന്നത്.
വലിപ്പമുള്ളൊരു ടി വി ഹാങ് ചെയ്യാനുള്ള സ്പേസ് വരുന്നുണ്ട്. ബാക്ക് സൈഡിലായി വാൾപേപ്പറാണ് ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ളൊരു വാൾ ലൈറ്റും നൽകിയിട്ടുണ്ട്. ഒരു സൈഡിലും താഴെയായിട്ടും സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിയിട്ടുണ്ട്. കൂടാതെ അത്യാവശ്യം സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും ഈ ഒരു സ്റ്റോറേജിനും ടി വി യൂണിറ്റിൻ്റെ ബാക്ക് സൈഡിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലിവിംഗ് സ്പേസിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഒരു സൈഡിലായിട്ട് ഒരു ഡെക്കർ സ്പേസ് നൽകിയിട്ടുണ്ട്. അതിനുള്ളിൽ സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനെ കണ്ടിന്യൂ ചെയ്ത് ഓപ്പോസിറ്റ് സൈഡിലേക്കും ആ പാനൽ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് മുകളിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്തായി ഇൻവെർട്ടറിനുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. കൂടാതെ ഒരു സൈഡിലേക്ക് മാറി ഒരു സീറ്റിംഗ് യൂണിറ്റും വരുന്നുണ്ട്. അതിൻ്റെ താഴെയായിട്ട് സ്റ്റോറേജ് ആണ് വരുന്നത്. അതിനൊരു സ്റ്റോറേജ് യൂണിറ്റ് എന്നും പറയാം. കൂടാതെ ഒരു പവർ പോയിന്റും വരുന്നുണ്ട്. ഈ ഒരു ഡൈനിങ് സ്പേസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു സൈഡിലുള്ള ഫുൾ വാള് ടൈൽ വർക്കാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ അതിൻ്റെ ഇടയിലെല്ലാം തന്നെ സിൽവർ കളറിലുള്ള സ്ട്രിപ്പ് നൽകിയിട്ടുണ്ട്. ഭംഗിയായിട്ടാണ് ഈ ഒരു വാൾ ചെയ്തിരിക്കുന്നത്. ആ ഒരു വാളിനോട് ചേർന്നാണ് വാഷ് കൗണ്ടർ വരുന്നത്. ഭംഗിയായിട്ടാണ് വാഷ് കൗണ്ടറിൻ്റെ ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു നാച്ചുറൽ പ്ലാന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. വലുപ്പമുള്ള മിററും വരുന്നുണ്ട്. ഇനി നമ്മുടെ ഡൈനിങ് സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ 15 അടിയോളം നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിന് ഉള്ളത്. വലുപ്പമുള്ള ഒരു ഡൈനിങ് ടേബിളിനുള്ള സ്പേസ് തന്നെ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഒരു 8 സീറ്ററോ 12 സീറ്ററോ വരെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും വുഡൻ ടെക്സ്ചറുള്ള പാനലിംഗ് ഒക്കെ നൽകി സ്പോട്ട് ലൈറ്റും സിലിണ്ടറിക്കൽ ലൈറ്റും ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റും എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. കിച്ചൻ്റെ ഇരുഭാഗങ്ങളിലായിട്ടും ക്രോക്കറി യൂണിറ്റ് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ വീട്ടിൽ വീഗാർഡിൻ്റെ വയേഴ്സും ലെഗ്രാൻഡിൻ്റെ സ്വിച്ചസുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ മനോഹരമായ ഒരു പാറ്റേണിലുള്ള ഗ്ലോസി ടൈലാണ് ഈ ഒരു വീട്ടിൽ ഉടനീളം നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. കിച്ചൻ്റെ എൻട്രൻസ് ഭാഗത്ത് തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഫ്രണ്ട് സൈഡൊക്കെ നല്ല പാനലിംഗ് ഒക്കെ ചെയ്ത് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിൽ കണ്ടിന്യൂഷനായിട്ട് വരുന്ന പാനലിൽ ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റും കൂടാതെ സ്പോട്ട് ലൈറ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഭംഗിയുള്ള ഡിസൈൻ തന്നെയാണ് ആ ഒരു ഭാഗത്തും നൽകിയിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ട് വരുന്ന ഈ ഒരു കിച്ചണിന് 9.5 അടിയോളം നീളവും 9 അടിയോളം വീതിയുമാണ് ഉള്ളത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ വരുന്നത്. ഇലക്ട്രിക് ചിമ്മിനി ഓൾറെഡി ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈസ്റ്റിലേക്ക് ഒരു 2 ഡോർ വിൻഡോയും നോർത്തിലേക്ക് ഒരു 3 ഡോർ വിൻഡോയും നൽകിയിട്ടുണ്ട്. കൂടാതെ 3 ലെയറായിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസ് ഈ ഒരു കിച്ചണിന് നൽകിയിട്ടുണ്ട്. ഓപ്പൺ ബോക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കബോർഡ് വർക്കുകളുടെ താഴെയായിട്ടും കൂടാതെ ഓപ്പൺ ബോക്സിലും എല്ലാം തന്നെ പ്രൊഫൈൽ ലൈറ്റാണ് നൽകിയിരിക്കുന്നത്. കൗണ്ടർ ടോപ്പായിട്ട് നാനോ ഗ്രാനൈറ്റ് ആണ് വന്നിരിക്കുന്നത്. വലുപ്പമുള്ളൊരു സിങ്കും എല്ലാവിധ സൗകര്യങ്ങളോടുകൂടിയ സിങ്കാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം പവർ പോയിന്റും കാര്യങ്ങളും വരുന്നുണ്ട്. ഗ്ലോസി പാറ്റേണിലുള്ള സെയിം പാറ്റേണിലുള്ള ടൈല് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ സൗത്ത് സൈഡ് വോളിലായിട്ടാണ് ഫ്രിഡ്ജിനുള്ള പോയിന്റ് വരുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും ഒക്കെ പ്രൊവൈഡ് ചെയ്ത് വുഡൻ ബീഡിങ്ങും കൊടുത്തിട്ടാണ് ഈ ഒരു കിച്ചൻ്റെയും സീലിംഗ് വർക്ക് വന്നിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ ബെഡ്റൂമിലേക്ക് വരാം. ബെഡ്റൂമിൻ്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിൽ 13 അടിയിലേറെ നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. ഈസ്റ്റിലേക്ക് 2 ഡോർ വിൻഡോയും സൗത്തിലേക്ക് സി ഷേപ്പിലുള്ള വലുപ്പമുള്ള വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വിൻഡോകളെല്ലാം തന്നെ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. ഈസ്റ്റ് സൈഡ് വോളിലായിട്ട് വിൻഡോയുടെ ഇരുവശത്തുമായിട്ടാണ് 2 ഡോറിൻ്റെ 2 വാൾഡ്രോബ് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ മിഡിലായിട്ട് ഒരു സീറ്റിംഗ് യൂണിറ്റും താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. സൗത്ത് സൈഡ് വോളിലേക്ക് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി വാൾപേപ്പറൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ 2 ബെഡ് സൈഡ് ടേബിളും ഈ ഒരു ബെഡ്റൂമിന് നൽകിയിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ വുഡൻ പാനലിങ്ങും ബീഡിങ്ങും കൂടാതെ സിലിണ്ടറിക്കൽ ലൈറ്റും കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതുകൂടാതെ വെസ്റ്റ് സൈഡ് വോളിലായിട്ട് വലുപ്പമുള്ള ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ സിംബോളയുടെ ഒരു വാഷ് കൗണ്ടർ വരുന്നുണ്ട്. താഴെ സ്റ്റോറേജ് വലുപ്പമുള്ളൊരു മിററും നൽകിയിട്ടുണ്ട്. വെറ്റേരിയൻ ഡ്രൈ ഏരിയയും തമ്മിൽ ഒരു ചെറിയ സെപ്പറേഷനൊക്കെ കൊടുത്തിട്ടുള്ള ഈ ഒരു ബാത്റൂമിൽ സെറയുടെ വാട്ടർ ക്ലോസറ്റ് ആണ് വരുന്നത്. വാൾ മൗണ്ട് ആയിട്ടുള്ള വാട്ടർ ക്ലോസറ്റ് ആണ്. കൂടാതെ സ്പേഷ്യസ് ആയ ഈ ഒരു ബാത്റൂമിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ട് സ്പോട്ട് ലൈറ്റും എക്സോസ്റ്റ് ഫാനും കൂടാതെ ഹീറ്ററിനുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ നാനോ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. കൂടാതെ ഹാൻഡ് റെയിൽ വുഡും MS ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിനോട് ചേർന്ന് തന്നെ വെസ്റ്റിലേക്ക് വലുപ്പമുള്ളൊരു വിൻഡോയും നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്ത് എല്ലാം തന്നെ സീലിംഗ് വർക്കുകൾ ചെയ്ത് വുഡൻ ബീഡിങ്ങും സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും ഒക്കെയാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർ കയറി നമ്മൾ എത്തിച്ചിരുന്നത് സ്പേഷ്യസ് ആയ ഒരു അപ്പർ ലിവിങ്ങിലേക്കാണ്.
14 അടിയിലേറെ നീളവും 10 അടിയോളം വീതിയുമാണ് ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസിന് ഉള്ളത്. ഈസ്റ്റ് സൈഡ് വാളിലായിട്ടാണ് TV യൂണിറ്റിനുള്ള ഒരു പ്രൊവിഷനും നൽകിയിട്ടുണ്ട്. താഴെ സ്റ്റോറേജും ഒരു സൈഡിലായിട്ട് സ്റ്റോറേജും ഡക്കറും സ്പേസും വരുന്നുണ്ട്. ഡക്കർ സ്പേസിനുള്ളിലെല്ലാം പ്രൊഫൈൽ ലൈറ്റൊക്കെ നൽകി ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. TV യൂണിറ്റിൻ്റെ ബാക്ക് സൈഡ് കംപ്ലീറ്റ്ലി ആ ഒരു വാളിൽ വാൾപേപ്പറൊക്കെ കൊടുത്ത് ഭംഗിയുള്ള വാൾ ലൈറ്റ് നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് യൂട്ടിലിറ്റി റൂമിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. ഈ ഒരു സൈഡിലായിട്ടാണ് മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. അപ്പർ ലിവിംഗ് സ്പേസിൻ്റെ സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ വുഡൻ ബീഡിംഗ് ഒക്കെ കൊടുത്ത് സ്ട്രിപ്പ് ലൈറ്റ് സ്പോട്ട് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ 2 ബെഡ്റൂമുകൾക്കിടയിലുള്ള വോളിലായിട്ട് ഭംഗിയുള്ള 2 മിററും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇത് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഈ ഒരു ഭാഗത്ത് സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് വുഡൻ ബീഡിങ്ങും സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ട് വരുന്ന ഈ ഒരു ബെഡ്റൂമിന് 13.5 അടിയിലേറെ നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. ഈസ്റ്റിലേക്ക് 2 ഡോർ വിൻഡോയും സൗത്തിലേക്ക് C ഷേപ്പിലുള്ള വലിയൊരു വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വിൻഡോകളെല്ലാം തന്നെ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. ഈസ്റ്റ് സൈഡ് വോളിലായി വിൻഡോകൾക്ക് ഇരുവശമായി 2 ഡോറിൻ്റെ ഓരോ വാൾഡ്രോബും താഴെയായിട്ട് ഒരു സ്റ്റോറേജും അതിന് മുകളിലായിട്ട് വിൻഡോയുടെ തൊട്ട് അരികിൽ തന്നെ ഒരു സീറ്റിംഗ് യൂണിറ്റും വരുന്നുണ്ട്. സൗത്ത് സൈഡ് വാളിലേക്ക് വന്നു കഴിഞ്ഞാൽ വാൾ കംപ്ലീറ്റ്ലി വാൾപേപ്പറൊക്കെ നൽകി ബെഡ് സൈഡ് ടേബിൾ കൂടാതെ ഒരു പ്രൊജക്ടർ ലൈറ്റും നൽകിയിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് വുഡൻ പാനലിങ്ങും സിലിണ്ടറിക്കൽ ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും നൽകിയിട്ടുണ്ട്. വെസ്റ്റ് സൈഡ് വാളിലായിട്ട് വലുപ്പമുള്ളൊരു ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സ്പേഷ്യസ് ആയ ഈ ഒരു ബാത്റൂമിലും വെറ്റേരിയ ഡ്രൈ ഏരിയ സെപ്പറേഷനൊക്കെ നൽകി സിംബോളോയുടെ വാട്ടർ സ്പേസും കൂടാതെ വലുപ്പമുള്ളൊരു മിററും നൽകിയിട്ടുണ്ട്. സരയുടെ വാൾ മൗണ്ടായിട്ടുള്ള വാട്ടർ ക്ലോസറ്റാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റും എക്സ്പോസ്റ്റ് ഫാനും ഹീറ്ററിനുള്ള പോയിന്റും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിലും 14 അടിയിലേറെ നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്ക് 3 ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് ബാൽക്കണിയിലേക്കുള്ള ഒരു ഡോറും ഡോറിൻ്റെ ഇരുവശത്തുമായിട്ട് 2 വലുപ്പമുള്ള വിൻഡോകളുമാണ് നൽകിയിരിക്കുന്നത്. വിൻഡോയും ഡോറും എല്ലാം തന്നെ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. സീലിംഗ് വർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് വുഡൻ പാനലിങ്ങും ബീഡിങ്ങും ഒക്കെ കൊടുത്ത് സിലിണ്ടറിക്കൽ ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഒരു കോർണറിലേക്ക് മാറി 3 ഡോറിൻ്റെ ഒരു വാൾഡ്രോബിനോട് ചേർന്ന് തന്നെ ഒരു ഡക്കർ സ്പേസും അതിനുള്ളിലായിട്ട് സ്പോട്ട് ലൈറ്റും നൽകിയിട്ടുണ്ട്. സൗത്ത് സൈഡ് വാൾ കംപ്ലീറ്റ്ലി വാൾപേപ്പറൊക്കെ കൊടുത്ത് പ്രൊജക്ടർ ലൈറ്റും കൂടാതെ ബെഡ് സൈഡ് ടേബിൾസും നൽകിയിട്ടുണ്ട്. നോർത്ത് സൈഡ് വാളിൽ ഒരു കോർണറിലേക്ക് മാറിയാണ് ഡ്രസ്സിംഗ് യൂണിറ്റ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ ബാൽക്കണി വരുന്നത്. ഒരു നാച്ചുറൽ പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്ത് സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് ലൂവേർഡ് ഡിസൈനിലുള്ള പാനലിങ്ങും കൂടാതെ സിലിണ്ടറിക്കൽ ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഫ്ലോറിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭംഗിയുള്ള ഒരു പാറ്റേണിൽ മൊറോക്കൻ ഡിസൈനിലുള്ള ടൈലും കൂടാതെ ഹാൻഡ് റെയിൽ MS-ലുമാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഈ വീട്ടിലെ എല്ലാ ബാത്റൂമുകളും അത്യാവശ്യം സ്പേഷ്യസ് ആയി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വെറ്റേരിയൻ ഡ്രൈ ഏരിയ നമ്മൾ സെപ്പറേഷനൊക്കെ കൊടുത്ത് സിംബോളോയുടെ വാഷ് കൗണ്ടറും സ്റ്റോറേജ് സ്പേസും മിററും നൽകിയിട്ടുണ്ട്. കൂടാതെ സെറയുടെ വാൾ മൗണ്ട് വാട്ടർ ക്ലോസറ്റുമാണ് വന്നിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റും എക്സ്പോസ്റ്റ് ഫാനും ഹീറ്ററിനുള്ള പോയിന്റും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി റൂം വരുന്നത്. 9.5 അടിയിലേറെ നീളവും 5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു യൂട്ടിലിറ്റി റൂമിന് ഉള്ളത്. ഒരു കോർണറിലേക്ക് മാറിയാണ് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് കൊടുത്തിരിക്കുന്നത്. യൂട്ടിലിറ്റി റൂമിൽ നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. കൂടാതെ ഈസ്റ്റിലേക്ക് സ്ലൈഡിംഗ് വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. അതിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു ഗ്രില്ലും നൽകിയിട്ടുണ്ട്. സീലിംഗ് ഒക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ബാൽക്കണി വരുന്നത്. 9.5 അടിയിലേറെ നീളവും 6.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്ക് ഉള്ളത്. ഹാൻഡ് റെയിൽ MS-ലാണ് ചെയ്തിരിക്കുന്നത്. ഇത് കൂടാതെ നോർത്തിലേക്ക് സർക്കിൾ ഷേപ്പിലുള്ള ഒരു ഓപ്പണിംഗ് ഒക്കെ കൊടുത്ത് ഗ്രില്ല് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ലൂവേർഡ് ഡിസൈനിലുള്ള പാനലിംഗ് ഒക്കെ ചെയ്ത് സിലിണ്ടറിക്കൽ ലൈറ്റ് സ്പോട്ട് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. നോർത്ത് സൈഡിലായിട്ട് ഭംഗിയുള്ളൊരു വാൾ ലൈറ്റ് നൽകിയിട്ടുണ്ട്. കൂടാതെ ഒരു കോർണറിലേക്ക് മാറി ഒരു നാച്ചുറൽ പ്ലാന്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.
ഈ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് 500 മീറ്റർ, കിൻഫ്ര ഹൈടെക് പാർക്കിലേക്ക് 4.5 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 10 കിലോമീറ്റർ, കാക്കനാടേക്ക് 10.5 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 11 കിലോമീറ്റർ, രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 4 കിലോമീറ്റർ, ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് 5.5 കിലോമീറ്റർ, NH-ലേക്ക് 6 കിലോമീറ്റർ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 14 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഡിസ്റ്റൻസ് ആയി വരുന്നത്. 3 സെന്റ് 500 ലിങ്സ് സ്ഥലത്ത് 1750 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി സ്പേസും കൂടാതെ 2 കാർ പാർക്കിംഗ് സൗകര്യമുള്ള ഈ വീടിന് ചോദിക്കുന്നത് 89 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വാങ്ങുന്നതിനും കൺസ്ട്രക്ട് ചെയ്യുന്നതിനും ഹോം ലോൺ ഫെസിലിറ്റിക്കും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേറ്റ്സ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.